നീ എന്തെങ്കിലും തീരുമാനിക്കട്ടാ? ചപ്പാത്തി വേണം, പുട്ട് വേണോ? എന്ത് കുന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ പുട്ടുണ്ടാക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളല്ല കണ്ടിട്ട്. അപ്പോൾ നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMGV കുക്കിംഗ്. നമ്മളിന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു സംഭവം, ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണേണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് വെറുതെ അലമ്പായി കിടക്കണേ. നിലത്തൊന്നും പറഞ്ഞാൽ എല്ലായിടത്തും വെള്ളമാണ്. അത് നമ്മൾ ഗ്യാസ് ഊറ്റി വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ പുട്ട് കുടമൊക്കെ വെക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് ചില സ്ഥലത്ത് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കുന്നത് എന്താ പറയുക, നമ്മൾ സാധാരണ ഇറച്ചിക്കറി ഇട്ടിട്ട് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെയല്ല, ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കുന്നതിന് അതിന് വേറൊരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാം. ഓക്കെ, വാ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇറച്ചി മസാല തന്നെ ഉണ്ടാക്കണം. അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇറച്ചി വേവിച്ചിട്ട് നമ്മളത് തിരുമ്മി എടുക്കണം. അങ്ങനെ തിരുമ്മി എടുത്തിട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കണം, കിടിലൻ മസാല ഉണ്ടാക്കണം. അതാണ് നമ്മൾ പുട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ അരിഞ്ഞാണ് എടുത്തേണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 സവാള ഉണ്ടായിരുന്നു, അതരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 4 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ സർവ്വസുഗന്ധി ഇല കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ സർവ്വസുഗന്ധി ഇല ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇത് കിട്ടുമെങ്കിൽ മേടിച്ചിട്ടോ. സർവ്വസുഗന്ധി ഇല എന്ന് തന്നെ പറയണം, വേറെ പേരുണ്ടാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അങ്ങോട്ട് തിരുമ്മിയിട്ട് ഇതൊന്നും മണത്ത് നോക്കുമ്പോൾ ഇല്ല, ഓഫ് എന്താ മണമെന്ന് അറിയാമോ? അടിപൊളി ഇറച്ചിക്കറിയുടെ മണം. അപ്പോൾ സർവ്വസുഗന്ധി ഇലയും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അവനും കൂടി അങ്ങോട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ വാടി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് വേപ്പലയും കൂടി ഇടണേണ്, വേപ്പല. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കണേ. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല കൃത്യമായിട്ടുള്ള പൗഡറുകൾ ഉപയോഗിച്ചെന്നാലേ കൃത്യമായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സാറാസിൻ്റെ കറി പൗഡറുകളാണ്. നല്ല കറി പൗഡറാണ്. നിങ്ങൾ പാക്കറ്റ് പൗഡറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. എന്താ മണം മസാല. നമ്മളിത് 1 സ്പൂൺ കൃത്യം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവൻ്റെ അങ്ങോട്ട് ആ ഒരു ഭാവമൊക്കെ അങ്ങോട്ട് മാറും. നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഇട്ടെന്നാലും നല്ല കളറും ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടി നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 തക്കാളി അരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തക്കാളിയും കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട്. 2 തക്കാളി ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇറച്ചിയുടെ പരിപാടി നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്താണ്. വേവിച്ചെന്ന് പറഞ്ഞാൽ നല്ല പൂ പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ ഇവിടെ ഇട്ട് വേവിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേവിച്ചെടുത്താണ്. രണ്ട് ഇത് കണ്ടതേ, കൈ കൊണ്ട് ഇത് കണ്ടത്, അതായത് ഇതേപോലെ അങ്ങോട്ട് തിരുമ്മി എടുക്കണം. ഉണ്ടാ ഓരോ നൂല് പോലെ ഈ സാധനം ഇറച്ചി ഇങ്ങോട്ട് തിരുമ്മി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ഇടുന്നത്. സിമ്പിളാണ്. നല്ലോണം വേവിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് കൈ കൊണ്ട് ഇതേപോലെ തിരുമ്മെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുത്താൽ ഇതേപോലെ തിരുമ്മാൻ പറ്റുള്ളൂ. നെയ് കഷ്ണം വേണം നമുക്ക് വേണ്ട. അപ്പോൾ അതേ നമ്മുടെ മസാല കിടന്ന് തിളക്കുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് നമ്മൾ പിച്ചി ചീന്തി എടുത്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്താ ഒരു കളറ്! നമ്മൾ ആ പിരിയൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടാണ് ആ ഒരു കളറ് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുത്താലേ പുട്ടിലേക്ക് ആ ഒരു
എന്താ പറയുക അതിൻ്റെ ആ ഒരു ചാറൊക്കെ ഇങ്ങനെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് സാറാസിൻ്റെ പുട്ടുപൊടി കൊണ്ടാണ്. അപ്പോൾ ഞാനിത് വെച്ച് ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും പുട്ടെന്ന് നോക്കാം. നമ്മളൊരു പകുതി എടുക്കുന്നുള്ളൂ. ഇത് ഈ പൊടി നനച്ച് വരുമ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്, പൊടിയിൽ ഉപ്പ് വേണം. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പീര ഇടുന്നുണ്ട്, പുട്ടിൻ്റെ ഗ്യാപ്പിൽ വെക്കണ പീരയാണ്, അതും കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഇത് കണ്ട, ഇതാണ് നമ്മൾ ഇറച്ചി പുഴുങ്ങിയെടുത്ത വെള്ളമാണ്. ഈ സാധനം ഇട്ടാണ് നമ്മൾ പുട്ടിൻ്റെ പൊടി കുഴക്കാൻ പോകണം. എങ്ങനെ ഉണ്ടാവും? പുളിക്കും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഇട്ടിട്ട് ഇത് തിരുമ്മി എടുക്കണം. ഈ ഇറച്ചിയുടെ വെള്ളം മാത്രം വെച്ചിട്ട് എന്തോരം പുട്ട് എന്നിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പോൾ ബാക്കിയുള്ള ഇതും കൂടി ഒഴിക്കണേണ്, അത് തികയില്ല. നല്ലോണം തിരുമ്മി എടുക്കണം. പുട്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇത് ആ മറ്റേ ബീഫിൻ്റെ വെള്ളമായതുകൊണ്ട് ആ ഒരു മണം ഇത് ഇങ്ങനെ തന്നെ വരുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി പുട്ട് ഇടാൻ പോയി. ഇതുണ്ടോ, പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ആ സാധനം ഉണ്ടാവണം, ചില്ലുണ്ടല്ലോ, അതുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് മറ്റേ സിനിമയിൽ കിട്ടിയ പോലത്തെ പണി കിട്ടും. ആദ്യം നമ്മൾ കുറച്ച് പീര ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ പുട്ടുപൊടി കുറച്ചിട്ട്, പിന്നെ കുറച്ച് ബീഫ് അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെയും കുറച്ച് പുട്ട്, പിന്നെ കുറച്ച് ബീഫ്, പിന്നെ കുറച്ച് പുട്ട്, കുറച്ച് പീര. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ട് കാണാൻ അങ്ങോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഇവിടെ കൂടി ആകി വരും. അപ്പം ഒന്നുമില്ല, പുക ഇപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവി പൊക്കത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേഗണം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ബീഫ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യമേ ഇട്ടാൽ ചിലപ്പോൾ പുക വരില്ല, ആവി വരില്ല. പിന്നെ ഇത് വെച്ച് അങ്ങോട്ട് മൂടണം. അപ്പം നല്ലോണം പുട്ട് വെന്ത് കിട്ടും. പുട്ട് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. എങ്ങനെ ആയിരിക്കും എന്ന് കൃത്യമായിട്ട് അറിയില്ല, നമുക്ക് നോക്കാം. അതടിഞ്ഞ് താഴത്തേക്ക് വേണ്ടില്ലേ, അതോട്ട് പോയി. വരുന്നുണ്ട്. കൊള്ളാം. മുകളിലത്തേത് ഇത്തിരി അങ്ങോട്ട് അടന്നുപോയി, എന്നാലും ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു 3-4 ഉണ്ടാക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. നീ പുട്ടുണ്ടാക്ക. ഇതെന്തൊരു പെരുവേരം കുറ്റിയാ, ഇട്ടിട്ടൊന്നും അറിയില്ലെന്ന് പറഞ്ഞ ശ്രീകുട്ട. രാത്രി നിനക്ക് പുട്ട് വേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നത്? അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നുപോയി. ഓ കഴുതേ, ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി ഒന്ന് വേഗം ഉണ്ടാക്കാം. നീ എന്തിനാ ചില്ലയിലാത്തിട്ടത്? അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കണ്ടേ? നീ എന്തെങ്കിലും തീരുമാനിക്കട്ടാ, ചപ്പാത്തി വേണം പുട്ട് വേണ? എന്ത് കുന്തെങ്കിലും ഉണ്ടാക്ക. അപ്പൊ പുട്ടുണ്ടാക്കാം. ഏതായാലും അപ്പുറത്തെ വീട്ടിലെ കടന്നലികളെ ഇന്ന് രാത്രി ഞാനൊന്ന് ഇളക്കി വിടുന്നുണ്ട്. അപ്പൊ പുട്ട് വേണ്ട. പുട്ടിങ്ങനെ നല്ല അടിപൊളിയാണ്. കുറേ നേരം ടൈം എടുത്താലും ഇങ്ങനെ പുട്ട്, ഇറച്ചിപ്പുട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സാധനം തന്നെ. അപ്പം നമ്മുടെ അവസാനത്തെ പുട്ടും വെന്തിട്ടുണ്ട്. അവസാനത്തെ ചെറിയ കഷ്ണമാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ അതേ പുട്ടും സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. അതായത് നമ്മുടെ ഇറച്ചിപ്പുട്ട് റെഡിയാണ്. അപ്പോൾ കഴിച്ചു നോക്കാൻ വേണ്ടി പോണേ. അപ്പോൾ അതേ ഇതുണ്ടോ, പുട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുക. ചൂട് പതുക്കെ കുറഞ്ഞ് വന്നിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുണ്ടോ, ബീഫ് ഇങ്ങനെ ഇരിക്കണം, ഇതേപോലെ ഇരിക്കണം. ഇതാണ് ഈ പറഞ്ഞ ഇറച്ചിപ്പുട്ട്. അപ്പം ഞാൻ ഇറച്ചി എടുത്ത് ഇതേ ഞാൻ കഴിക്കും. ഇറച്ചി ഉള്ളത് പിള്ളേർ കഴിക്കട്ടെ, ഞാൻ ഇറച്ചി ഇല്ലാത്ത കഴിക്കണം. അപ്പോൾ ഇറച്ചി വെള്ളം ഒഴിച്ചില്ലേ, അതിൻ്റെ ടേസ്റ്റ് വളരെ സൂപ്പറാണ്. ഇറച്ചി പുഴുങ്ങിയ വെള്ളം. അതെ,
പുഴുങ്ങിയ വെള്ളം. ഇറച്ചി പുഴുങ്ങിയ വെള്ളം കൂട്ടി ഞങ്ങളൊക്കെ എത്ര ഞായറാഴ്ച ഇറച്ചിക്കറിയും കൂടി തിന്നിട്ടാണ് പറയാം. ഇറച്ചി പുഴുങ്ങിയ വെള്ളം വിട്ട് ഇറച്ചി നല്ല പുട്ട് തിരുമ്മിയോണ്ടേ അതിന്റെ ആ ഒരു ടേസ്റ്റ് നല്ല നൊസ്റ്റാൾജിയ എപ്പോഴാണെന്നറിയാമോ? അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എരിവുണ്ടോ ഇറച്ചിപ്പൊട്ട് ഇത്തിനോട് ചൂട് കണ്ടോ ചൂടാർപ്പി കറി ചൂടാക്കി. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റെയിനായിരുന്നു ചട്ടി എടുത്തത്. ഈ പ്രാവശ്യം നീയാണോ ചട്ടി എടുത്തത്? ചട്ടിന്ന് അടിക്കുമ്പോ ടേസ്റ്റ് ഉണ്ട് മോനെ. ഇതാര് പറഞ്ഞു പഠിപ്പിച്ചത്? സ്വന്തം